ഹേ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറയടാ അമ്പു, സ്വാഗതം പറ. സ്വാഗതം പറ. ലിപ്സ്റ്റിക്കൊക്കെ കെമിക്കൽ, അതിൻ്റെ ഇങ്ങനെ കണ്ട് പഠിച്ച് ഉള്ള ലിപ്സ്റ്റിക് എല്ലാം കൂടി വാരി തേച്ചോണ്ട് വന്നേക്കുക. എന്തല്ലി ഈ പെങ്കൊച്ചിനെ എവള് വേണ്ട ലിപ്സ്റ്റിക് അല്ല, ഇതെല്ലാം ഒരു കാറ്റഗറി കേട്ടോ. എവള് തേക്കുന്ന എല്ലാം എവക്ക് വേണം. ആരാണ് ഇത്രയും ലിപ്സ്റ്റിക് അരിച്ചു നിന്ന്? അതാണ്ട് ഇവിടെ കവളത്തൊക്കെ ഇരിക്കുന്നു. ഇപ്പോൾ കണ്ണാടി പോയി തുടച്ചടാ. ഇന്ന് ഒരു യാത്ര പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ഇന്ന് പോകുന്നത് ആദ്യ എറണാകുളം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എറണാകുളം. അത് മാത്രം. ഈ യാത്ര എന്ന് പറയുന്നത് വലിയൊരു പ്ലാൻഡ് ആയിട്ടുള്ള യാത്രയൊന്നുമല്ല. നമ്മളിങ്ങനെ നിർത്തി പതുക്കെ സാവധാനം എല്ലാ സ്ഥലങ്ങളിലൊക്കെ നിർത്തി ഇറങ്ങി എൻജോയ് ചെയ്ത് അങ്ങനെ പോകുന്നൊരു യാത്രയാണ്. അതുകൊണ്ട് തന്നെ മൃദുല ആർക്കും അറിയത്തില്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ല. എന്റെ ഡ്രസ്സും അമ്പോർട്ടന്റ് ഡ്രസ്സും നല്ല നീറ്റായിട്ട് നമ്മളിത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ ഞാൻ ആരാന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇതാരുടെ ഡ്രസ്സാണ്? ഞാൻ നല്ലല്ലോ പാക്ക് ചെയ്യണം. അമ്മ ഇതാണോ ചുരിദാർ? അമ്മയുടെ കോസ്റ്റ്യൂം റെഡിയായ? പാക്ക് ചെയ്തതല്ല, പ്ലാനിങ് ഒന്നും ഇല്ല കേട്ടോ. എന്നാ വരുന്നൊന്നും അമ്മയുടെയും പ്ലാക്ക് ചെയ്ത് അമ്മയുടെയും പാക്ക് ചെയ്ത് അവളുടെയും പാക്ക് ചെയ്ത് ഇനി ഞാൻ മാത്രമേ ഉള്ളൂ പെൻഡിങ്. സമയം ഇപ്പോൾ 2 മണി. രാവിലെ ഇറങ്ങണമെന്ന് പറഞ്ഞിരുന്നതാണ്, പക്ഷേ പെൻഡിങ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് വന്നപ്പം ലേറ്റ് ആയി, 2 മണിയായി. കോസ്മെറ്റിക്സ് എല്ലാം എടുത്ത് വെച്ചോ? കോസ്മെറ്റിക്സ് കിടക്കും കേട്ടോ. ഈ സാധനം നിറഞ്ഞു കിടക്കുമായിരുന്നു. എന്നിട്ട് തന്നെ ഇത്രയുണ്ട്. ഇത് അടയത്തില്ല സാധാരണ, ഇത് കുത്തിക്കയറ്റി അടയ്ക്കുന്നേ. ഇതൊക്കെ തേച്ചിട്ടും അങ്ങോട്ട് മെനയാവുന്നില്ലെന്നുള്ളത്. എന്തോ ഇവിടെ വന്നിട്ട് ഇച്ചിരി ബ്രൈറ്റ് ആയോ? ഇല്ല, ഇച്ചിരി ഒന്ന് ബ്രൈറ്റ് ആയി. വെയിലത്ത് വിടുന്നില്ല. വലിക്കണം, നിനക്കത് വേണം, വലിക്കണം. ആർക്കൊക്കെ ഡ്രസ്സില്ല എന്ന് പരാതി പറയുന്നു. പോകുന്ന വഴിക്ക് എനിക്ക് ഡ്രസ്സ് എടുക്കണം കേട്ടോ. എനിക്ക് 2-3 ടീഷർട്ട് എടുക്കണം. എന്റെ ദൈവമേ, വീട്ടിൽ ഡ്രസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഏട്ടന് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് ഇരിക്കുന്ന ഡ്രസ്സ് എനിക്കില്ല. സ്ക്രാച്ച് ഇതൊന്നും കേറത്തില്ലല്ലേ? പൊങ്ങുന്നുണ്ടോ? ഇപ്പം ഊതിവിട്ട വരുമ്പോൾ താഴെ പോകും. പോട്ടെ. അടി ഇത്രയും പൊങ്ങത്തില്ലാന്നല്ലേ? ടീപ്പിയുടെ പാതി ആരോ കരണ്ടി. ഇത് എന്തൊരു പറ്റിയെന്നറിയാൻ കേട്ടോ. ഒടിഞ്ഞു പോയാണോ ഇനി എന്ത് പറ്റിയതാണെന്ന് അറിയാൻ വേണ്ട. ഇത്രയും ഭാഗം വലിയ എലിയോ എല്ലാം കരണ്ടിയതാണെന്ന് അറിയത്തില്ല. പോവാം, തുടങ്ങാം അടുത്ത ലോങ് ട്രിപ്പ്. നമ്മൾ ഈ വട്ടം ബേബി സീറ്റർ ഇളക്കി വെച്ചു കേട്ടോ. കാരണം ബേബി സീറ്ററിന് അമ്മയുണ്ട്. മാത്രമല്ല ഇരിക്കുകയൊക്കെ ചെയ്യും. ഉറങ്ങി കഴിഞ്ഞിരിക്കും. ഒരുപാട് അല്ലാതെ ഉണർന്നിരിക്കുമ്പോൾ ഇരിക്കത്തില്ല. പക്ഷെ കഴിഞ്ഞ വട്ടം ഒരുപാട് കമന്റ്സ് വന്ന് നിങ്ങളെ കുഞ്ഞിനെ ഒരു 7-8 മാസമൊക്കെ ആയിട്ട് അതിൽ ഇരുത്തി. കുഞ്ഞിലെ തൊട്ട് ഇരിക്കാം. അങ്ങനെ കാണുമ്പോൾ അങ്ങനെ ഇരിക്കും തോന്നില്ല. നടുവിനൊരു സപ്പോർട്ട് വരുന്നുണ്ട്. പക്ഷെ എന്താ ആൾക്കാർ ഒരുപാട് കമന്റ് ചെയ്ത് മറ്റേ സ്പൈനൽ കോഡിന് ഇച്ചിരി കംപ്ലൈന്റ് വരും അങ്ങനെ വെക്കുമ്പോഴും. അതുകൊണ്ട് നമ്മള് പ്രശ്നമില്ല. മൃദുല ഒറ്റയ്ക്ക് നമ്മള് 3 പേരും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കാർ സീറ്റർ വേണം. അമ്മയും കൂടി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, അവര് മാറി എടുത്തോളാം. അതിലിപ്പോ എനിക്ക് ഫ്രണ്ട് വന്നിരിക്കുക, ഇപ്പം കരയാതിരിക്കുന്ന സമയത്ത് ബാക്കി ഇരുന്നോളും. അത്യാവശ്യം ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഫ്രണ്ടിൽ കൊടുത്താൽ മതി. അവള് ഫ്രണ്ട് വെച്ച് ഫീഡ് ചെയ്തതിന് ശേഷം പിന്നെ തിരിച്ചു കൊടുക്കും. അങ്ങനെ അല്ലെങ്കിൽ വേണമെങ്കിൽ അവൾക്ക് വന്നിരിക്കാം. അപ്പം അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് കുഞ്ഞിനെ മാറി എടുക്കാം. അപ്പം വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് നമ്മൾ കാർ സീറ്റർ വെച്ച് സ്പേസ് കളയേണ്ടതില്ല. അതാണ് തമ്പുരുവിന് ഉറങ്ങണം കിടന്ന് കേട്ടോ. തമ്പുരുവിന് വിശാലമായി കിടന്ന് ഉറങ്ങണമെന്നുള്ളത് കൊണ്ട് ഫുൾ മേക്കപ്പാ, മേക്കപ്പ് ഗേൾ കേട്ടോ തമ്പുരു. അപ്പം തമ്പുരുവിന് വേണമെങ്കിൽ ഉറങ്ങണമെങ്കിൽ ഉമ്മയുടെ മടിയിലോട്ട് കിടന്ന് ഉറങ്ങാം. തലങ്ങണ ഞാനാ തമ്പുരു നിനക്ക് ഇട്ട് തന്നത് കേട്ടോ. ബാക്കി കിടന്നതാ. തമ്പുരു കിടങ്ങോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് പൊട്ടിച്ചു തന്നതാ. ബാക്കില് ഫുള്ള് ഡിക്കി മടക്കി വെച്ച സാധനങ്ങളാണ് നമ്മുടെ 7 സീറ്റിന്റെ ഒരു ഉപയോഗം. നമുക്ക് ഫുൾ സാധനം നമുക്ക് കേറ്റാം. ഒന്നതില് പ്ലാൻ ചെയ്യാത്ത ട്രിപ്പ് ആയതുകൊണ്ട് കുറെ സ്ട്രെസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് വല്ലതും എടുത്തിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോ എനിക്ക് കാണല്ലേ.
എല്ലാം എടുത്തിട്ടുണ്ട്. ഒരു പെട്ടി നിറച്ച് ഞാൻ ഏട്ടൻ്റെ മാത്രം എടുത്തേക്കുന്നത്. അന്ന് ഒരു ദിവസം അന്ന് വർക്കല പോയ ഒറ്റ ദിവസം എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് എപ്പോഴും അങ്ങ് അബദ്ധം പറ്റത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ട്രിപ്പ് ഇടാൻ വേണ്ടി പോകാട്ടോ. നമ്മൾ ഈ ട്രിപ്പ് ഇത്ര കിലോമീറ്റർ നമ്മൾ ഡ്രൈവ് ചെയ്ത് നോക്കാം. ഓക്കെ, 0 ആക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് സുഹൃത്തുക്കളെ എറണാകുളത്തേക്കാണ്. എറണാകുളം നമ്മളൊരു റിസോർട്ടിലാണ്, ഒരു ബീച്ച് റിസോർട്ട്. അവിടെ അഡ്വഞ്ചർ സോണൊക്കെ ഉണ്ടെന്ന് പറയുന്നു. നീ കണ്ടില്ലല്ലോ തമ്പുരു. തമ്പുരു ബീച്ച് എന്ന് പറഞ്ഞാൽ ബീച്ച്, വെള്ളം, അങ്ങനത്തെ സംഭവം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവിടെ രാവിലെ പറ്റിച്ചു കേട്ടോ. നമ്മള് പോകുമ്പോ തമ്പുരുവിനെ ആക്കിയിട്ടാ നമ്മള് പോകുന്നേനെ. ഇങ്ങനെ വന്ന് ഞാൻ പറഞ്ഞു. എറണാകുളത്തോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് കുറച്ച് ഇപ്പോഴത്തെ റോഡ് പണി കിടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഡ്രൈവ് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ബ്ലോക്ക് ആയിരിക്കും. എന്തൊരു ചിരി, ഹാപ്പിയാണോ? അമ്മൂന് ഇങ്ങനെ വണ്ടിയിലൊക്കെ പകല് യാത്ര ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മളത് രാത്രി ആവുമ്പോഴത്തേക്കും അതും ലൈറ്റ് ഇട്ട് കൊടുത്താൽ പ്രശ്നമില്ല. ലൈറ്റ് ഇട്ട് കൊടുക്കണം. ഓൾറെഡി എണ്ണ കിടപ്പുണ്ട് കേട്ടോ. എണ്ണ ഒരു ഫുൾ ടാങ്ക് ഉണ്ട്. കറക്റ്റ് നമ്മളൊരു ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഒരു 120 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പൊ അപ്പോഴേന്ന് എണ്ണ അടിക്കണ്ട, നേരെ എറണാകുളം ചെല്ലുക. എന്താ വേണ്ടേ? മന്തി ആയാലോ? ഇഷ്ടാണോ? നമ്മളിവിടെ നല്ല നിലമേലൊരു നല്ല മന്തിക്കടയുണ്ട്. നമ്മള് പഴയ വീട്ടിലായിരുന്നു എപ്പോഴും പോയി കഴിക്കുന്നത്. അവിടുത്തെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ചിലയിടത്ത് നമ്മൾ ഫുഡ് അങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വേറെ എവിടെ പോയി കഴിച്ചാലും മാറത്തില്ല. അത് മാത്രല്ല കേട്ടോ, ഈ വട്ടം നമുക്ക് ഫുഡ് പോയിസൺ അടിക്കില്ലേ, ഇളവൊന്നും ചെയ്യില്ല. ഈ വട്ടം വാരി തിന്നല്ലേ കണ്ട കടച്ചാനി കേട്ടല്ലേ. അതുകൊണ്ട് ഈ വട്ടം നല്ല നീറ്റ് ആയിട്ടുള്ള ഫുഡ്, നല്ല ഹോട്ടലിൽ നിന്ന് മാത്രം കഴിക്കാം. ഈ വട്ടം നമുക്ക് ഗൂഗിൾ റിവ്യൂ ഒക്കെ നോക്കി കഴിയാൻ കേട്ടോ. കഴിഞ്ഞ വട്ടത്തെ അബദ്ധമൊന്നും ഈ വട്ടം പറ്റത്തില്ല. ഈ സ്ഥലം ഓർമ്മയുണ്ടോ ഗൈസ്? നമ്മളന്ന് എവിടെ പോയിട്ടായിരുന്നു നമ്മ വീട് വൃത്തിയാക്കിട്ട് പോയായിരുന്നു നമ്മള്. വീടൊന്ന് വാങ്ങിച്ചിട്ട് പാലാച്ചി കഴിഞ്ഞില്ല. മുസ്ലാം അല്ല, വാലേക്കും അസ്ലാം. നീ കണ്ടുകൂടെ നോക്കുന്നേ? ഇങ്ങനെ ഇടിച്ച ഒറ്റ ഇടി ബാക്കില്. മന്തി തിന്നാൻ റെഡിയായി അൻപു. എന്തൊക്കെ കാണണോ എന്തോ. അമ്പുവേ ഇറങ്ങാൻ ഒന്ന് ഇറങ്ങി ഒന്ന് അതൊക്കെ തട്ടിയിട്ട് പൊട്ടിച്ച കൊള്ളാന്നുണ്ട് അവന് കേട്ടോ. കൈയിട്ട് എവിടെ നോക്കിയാണ് അമ്പു? അവന്റെ പേര് മാറ്റി ഗൈസ്, കുടുകുടുന്നാക്കി. തമ്പുരിനെ വിശന്നിട്ട് കണ്ണാണ പോലെ അറ്റാക്ക്. നല്ല ചൂടാട്ടോ. അവര് പറഞ്ഞ് പ്രത്യേകം ആർത്തി കാണിക്കരുത്. ദം ഇപ്പം പൊട്ടിച്ചതേ ഉള്ളൂ. ദമ്മല്ല, മന്തി ഇപ്പം പൊട്ടിച്ചതേ ഉള്ളൂ. പുതപ്പൊക്കെ ചൂട്. പുതപ്പ് കളഞ്ഞു കേട്ടോ. വീടെടുക്കുന്നുണ്ടോ? ഷാളൊക്കെ മൂടി ഒറ്റ ഇരിപ്പായിരുന്നു. കാർ സീറ്റർ എടുക്കണമായിരുന്നു തോന്നുന്നുണ്ടോ ഇപ്പൊ? അടിപൊളി മഴ. ഇനി നമുക്ക് 167 കിലോമീറ്റർ ഉണ്ട് ഇനി ഡ്രൈവ് ചെയ്യാൻ വേണ്ടിട്ട്. നമ്മളിപ്പോ എറണാകുളത്തുനിന്ന് തോന്നാൻ പോകണോടി. ഞാനും വിചാരിച്ച്, ഞാൻ ഇപ്പഴാ മാപ്പ് ഇട്ടത്. വഴി അറിയാലോ, അടൂര് ഇങ്ങോരെ അറിയാലോ. അത് കഴിഞ്ഞ് മാപ്പ് ഇടാന്ന് വിചാരിച്ചു. ഞാനങ്ങനെ ഇട്ട് നോക്കിയപ്പോഴും 167 കിലോമീറ്റർ. നമ്മളിവിടെ വരുന്ന വഴിക്ക് കൊല്ലം ഓപ്പൺ ജിംനേഷ്യം, കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ ജിമ്മാട്ടോ. ഇവിടെ എല്ലാവരും ഉണ്ട്. തമ്പുരുവിനെ ജിമ്മടിക്കണോ? ജിമ്മടിക്കാൻ വേണ്ടി തമ്പുരു കരുതി. എന്തോ ഈ കാണിക്കുന്നേ? അമ്മ എനിക്ക് ഫിസിയോതെറാപ്പി ചെയ്ത് ഓർമ്മ വരുന്നു. ഇതൊക്കെയാണ് അമ്മ ഫിസിയോതെറാപ്പി ചെയ്തപ്പോ ഇത് ചെയ്തിട്ടാണ്. പക്ഷെ ഈ ഒരു സംവിധാനം കൊള്ളാം കേട്ടോ. നമ്മളെല്ലാ പഞ്ചായത്തിലും ഇങ്ങനൊരു എല്ലാവർക്കും വന്ന് ഫ്രീ ആയിട്ട് ഒരു ഓപ്പൺ ജിം അല്ലേ? ഓപ്പൺ ജിമ്മാണ്. അതെ, ഓപ്പൺ ജിംനേഷ്യം കൊല്ലം ജില്ലാ പഞ്ചായത്ത് കേട്ടോ. നമ്മളെ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തുടങ്ങുകയാണെങ്കിൽ എല്ലാവർക്കും വൈകിട്ട് ഈവനിങ് വന്നിട്ട് ജിം ചെയ്യാം, വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ നമ്മതേ വർക്കൗട്ട് തകർത്ത് വർക്കൗട്ട് ചെയ്യുന്നു. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ പാർക്കിങ്ങിന് സ്ഥലമുണ്ട് കേട്ടോ. ആണ്ടെ ചേച്ചിയൊക്കെ നടക്കുന്നുണ്ടോ? നടക്കുന്നത് കണ്ടോ? കണ്ടോ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ചേച്ചി. വാമ്പിയാ
നീ ചെയ്യുന്നുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. കാല് തെറ്റി കഴിഞ്ഞോണ്ടല്ലേ വീടല്ലേ. ഈ സൈഡ് ഫാറ്റ്, ബെല്ലി ഫാറ്റ് കുറയാനും സൈഡിലെ ഫാറ്റ് കുറയും. 2 കൊച്ചു കുട്ടികൾ കളിക്കുന്നു. ഇനിയുണ്ട് കേട്ടോ ഇവിടെ മെഷീൻസ് ഒക്കെ പലതരത്തിലുള്ളത്. ആട് ആട് അതേ ഉള്ളൂ. ചിരിച്ച ഒക്കത്തില്ലെന്ന് ചേച്ചി പറയുന്നു. അമ്മ വഴക്ക് പറയുന്നോട് ചിരിച്ച. അയ്യോ കുട പട്ടി എടുത്തോണ്ട് പോയി. അമ്പൂട്ടൻ നല്ല ഉറക്കം കേട്ടോ. ഒരു കൊല്ലത്തിന് മേലെയാ കേട്ടോ ഇവിടെ സാധനം ഓപ്പൺ ആയിട്ട്. പക്ഷെ കൊള്ളാം, നമ്മളെല്ലാ പഞ്ചായത്തിലും ഇതിനകത്ത് ഒരു വർക്കൗട്ട് ചെയ്യാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് വന്ന് വർക്കൗട്ട് ചെയ്യും അല്ലേ. കുളക്കട എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അവിടെയാണ്, അവിടുത്തെ പഞ്ചായത്തിലല്ലേ ചേച്ചി? അതെ, ഇവിടെ എല്ലാവരും, ഇവിടെ വീടിനടുത്തുള്ളവർ എല്ലാവരും എന്താ ഇവിടെ വർക്കൗട്ട്. നിങ്ങൾ എന്നും വരും വർക്കൗട്ട് ചെയ്യാൻ? എന്നും വരും. പുതിയൊരു അറിവാ ഇങ്ങനെ പഞ്ചായത്തിന്റെ വക ഒരു ഓപ്പൺ ജിപ്പ്. ആ അതുപോലെ ഇതെന്ത് ബിൽഡിങ്? ഇതെന്ത് ബിൽഡിങ്? ഹോട്ടലായിരുന്നല്ലേ? ആ അടച്ചിട്ടിരിക്കുക. ഇവിടെ അല്ലേ? ഓക്കെ ബൈ. ഓക്കെ ബൈ. നമ്മളിനി ഇവിടുന്ന് നേരെ എറണാകുളം. ഇവിടെ മൊത്തം പട്ടിയാട്ടോ. 1 2 ചുറ്റും മൊത്തം പട്ടി കിടക്കും കേട്ടോ. പോകാം തമ്പുരു. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മടുത്തോ? പക്ഷെ ഈ ഒരു കൺസെപ്റ്റ് കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവരുടെ ഇരിക്കുന്നവരും പറയുന്നത് അവർക്കും ഇതുപോലെ സ്ട്രോക്ക് വന്നൊരു ഷുഗർ പ്രഷർ ഒക്കെ വന്നവരൊക്കെയാണ്. അവർക്ക് എന്തുകൊണ്ടും നല്ലൊരു യൂസ് ആയത്. പിന്നെ അറിഞ്ഞൂടെ? നീ പഠിപ്പിച്ചു കൊടുക്കാത്ത എന്താ? ചപ്പാത്തി വട്ടാൻ പോലും അറിഞ്ഞൂടാ. പറയുന്നുണ്ടമ്മ, അമ്മയെ പറ്റി പറയുന്നുണ്ട. ചപ്പാത്തി വരത്താ പോലും അറിയത്തില്ല. നീ കൊള്ളാലോടി നീ. ചിരി. അങ്ങനെ നമ്മള് തിരുവല്ല എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. തിരുവല്ലം അല്ല, തിരുവല്ല തിരുവല്ല. എല്ലാം ഉണ്ട്. സുഡിയോ മാത്രം ഞാൻ കണ്ടില്ല, ബാക്കി എല്ലാം ഉണ്ട്. മൈജി തന്നെ 2 എണ്ണം. എല്ലാം ലൂയിസ് ഫിലിപ്പിൻ, ബ്ലോസം, ജോക്കി. അല്ല സോറി, അങ്ങനല്ല, എല്ലാം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞേ. കഴിവിട്ട വണ്ടിയാ. കുഴപ്പം ഇങ്ങനെ ഒരു വീഡിയോ കാണാൻ അഴിക്കില്ല, പക്ഷെ അല്ലാണ്ട് മൊത്തം അഴിക്കാം. തമ്പുരു ഒന്ന് ചായ പിടിക്കണ്ടേ? ബാ ചായ പിടിക്കാം. ബാ. എന്തുകൊണ്ട് കടി? ആണോ? നീ എന്തു അലപ്പായിരുന്നു രാവിലെ? കഥ പറച്ചിലായിരുന്നു അങ്ങ്. കഥ. ചേട്ടാ ഈ മുട്ടയുടെ വേണം. അത് ഇത് ആ കുഞ്ഞു മുട്ട അല്ല, ഇത് വലിയ മുട്ടയാണ്. അത് കാടമുട്ട. ആ ഇത് വലിയ മുട്ടയില്. ആ എരിയുണ്ട്. ആ എരിയുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം. കൊള്ളാമോ? എന്തൊരു ഒരു വളിച്ച മോന്താ. എരിയുണ്ടാ? എനിക്ക് ബൂസ്റ്റ് ഇട്ട ചായ. ഒരു 1 സൈഡ് ഓംപ്ലേറ്റും പറഞ്ഞു. നല്ല ചൂട ഓംപ്ലേറ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇഷ്ടപ്പെടുന്നില്ല അങ്ങോട്ട്. ഇങ്ങനെയാണ് പിള്ളേരെ തീറ്റിക്കേ. മനസ്സിലായില്ലേ? മുട്ടയൊക്കെ കൊണ്ട് കഴിക്കണം. 1 സൈഡ് ഒന്ന് നമുക്ക് ടേസ്റ്റ് പിടിക്കാത്തോണ്ടാ. മുട്ട 1 സൈഡ് ഓംപ്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർ ആരും കൊണ്ട് കേസ് കമന്റ് ചെയ്യില്ല. കമന്റ് ചെയ്യും. എനിക്കിഷ്ടം. നമ്മളിപ്പം കൊച്ചി ഹൈവേയിലാണ് സുഹൃത്തുക്കളെ. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് നോക്കടി, ഒരെണ്ണം. അത് ബാക്ക് ഉണ്ട്. ഇപ്പൊ നാടോ അവിടെ സൈഡിലാണ് ഇത്ര എണ്ണം. ഒറ്റ എണ്ണം കത്തിയില്ല. അവിടുന്ന് ആ സൈഡിൽ മാത്രം കത്തുന്നു. ആ എല്ലായിടത്തും ഉണ്ട് സ്ട്രീറ്റ് ലൈറ്റ്, പക്ഷെ ഒന്നും കത്തുന്നില്ല. അവിടെ പൊതച്ച് ഉറങ്ങിയ മോള് തിരിഞ്ഞാൻ കണ്ടത്. അമ്മയുടെ പോണ്ട്. നമ്മളൊരു ചായ കുടിച്ചിട്ട് കേറി. ഇനിയിപ്പോ ഫുഡ് ഇപ്പഴേ ഒന്നും വേണ്ട. എനിക്ക് മുട്ട മസാല തിന്നതോടുകൂടി എന്തേ അല്ല നല്ല റോഡ് കേട്ടോ. നമ്മള് അന്ന് ഒരു ദിവസം മറ്റേ പൂ കാണാൻ പോയില്ലേ, മറ്റേ ആമ്പല്.
ആ വഴിയാണ് നമ്മൾ വന്നത്. നല്ല റോഡാട്ടോ, സ്ട്രെയിറ്റ് റോഡ്. ആ വഴിയൊക്കെ നമുക്ക് പകലൊന്നും വരേണ്ടി വരേണ്ടതാണ്. ഒരു ചെരുപ്പ് കട ഗൈസ്. എവിടെ ചെരുപ്പ് കട വില കുറച്ച് കണ്ടോ അവിടെ ഇറങ്ങണം. എന്തോ ബ്രാൻഡഡ് സാധനം ഒന്നും ഉപയോഗിച്ച് വലിയ ശീലമല്ലോ നമുക്ക് എല്ലാവരും. അവളെ അളവറിയാങ്കി എവിടെ കുറെ ചെരുപ്പുണ്ട് കേട്ടോ. ഉറങ്ങിയ ആളൊക്കെ എണീറ്റ് വന്നു. ഇതെങ്ങനെ കൊച്ചിന്റെ കാലിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് വള്ളി ഫ്രീ 200 rupees. 200 rupeesലാ പാവോടി. ഇനി ബാർഗൻ ചെയ്യാതെ ഞാൻ ഇതോടെ കളയും കേട്ടോ. അത് കളയാം. പൊടി ഇനി വേണ്ടത് അത് വളഞ്ഞു. ഈ ചെരുപ്പുണ്ടല്ലോ ഇവള് ഡെലിവറി ചെയ്യുന്ന സമയത്ത് മൊത്തം ഓടിക്കൊണ്ടിരുന്ന ചെരുപ്പ് ഇതാ. ഇത് കളയാ ചുമ്മാ. കടയിലോട്ട് കയറി എടുത്തോ. അവള് നല്ലോണം കച്ചവടം ചെയ്യും. അമ്പൂരിന്റെ അടുത്ത് പറഞ്ഞൊന്ന് ഓടി നോക്കേ. കടയുടെ അകത്ത് വരുന്ന അങ്ങോട്ട് 2 റൗണ്ട്. കറക്റ്റാണാ? മതി മതി മതി. ചേട്ടനെ തള്ളിയിടല്ലേ. ഓക്കേണാ? വലുതാണാ? ഞാൻ ഇതൊരു ഹോട്ടല് നോക്കി നോക്കി വന്നതാണ്. എറണാകുളത്ത് നിന്നാ വന്നതേ. എന്തോരം നല്ല കട ഉണ്ടായിരുന്നു. മൃദുലയ്ക്ക് ഒരു കടയും പറ്റില്ല. പോട്ട് ഇപ്പൊ നാണ്ട് ഏതാ പട്ടിക്കാട്ടി വന്ന് നിന്ന് കടയുമില്ല, ഒന്നുമില്ല. 10 കിലോമീറ്റർ ഉള്ളു. ഇത് കണ്ടാ ഇവിടെ വണ്ടി ഓട്ടിരാ കണ്ടോ? തകർത്ത് ചിരിക്കരുത് നീ. എന്റെ വണ്ടി മൊത്തം നീ നാശമാക്കിയിട്ടുണ്ട്. മര്യാദ എന്റെ സീറ്റിലെ വെന്റിലേഷൻ വരെ അടച്ചു നിന്റെ തുപ്പല് കാരണം. അമ്പുവേ നീ നോക്ക്. ഇത് കണ്ട, ഇത് കണ്ടെങ്കിൽ മനസ്സിലാവും. ഒരു എണ്ടുമായിരുന്നു ഇവിടെ എണ്ടുമായിരുന്നു ഇവിടെ. ചിരിക്കുന്ന അമ്പുവേ നീ. ഈ വണ്ടി ഓടിയെന്നൊക്കെ പറഞ്ഞ കൈസ് ഒരു രക്ഷയില്ല. ഞാൻ പഴം വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് എല്ലാവർക്കും ഡിന്നർ ഏത്തപ്പഴം കേട്ടോ. ചിരിക്കണ്ട. മോള് ഞാൻ പോയി പൈസ ഏത്തപ്പഴം പോലെ ഉണ്ടോ പോകട്ട്. ഈ കട കെട്ടിയില്ലായിരുന്നെങ്കിൽ മൃദുലേ ഞാൻ പറഞ്ഞില്ലേ കിട്ടുമല്ലോ. നമ്മൾ ചെറാ ബീച്ചിലാട്ടോ. അവിടുത്തെ റിസോർട്ടിൽ നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. ഇവിടുന്ന് ഒരു 4 കിലോമീറ്ററും കൂടി ഉള്ളു അങ്ങോട്ട്. ഇവിടെ വല്ല കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വോയിസാ. പാട്ടൊക്കെ നല്ല ലൗഡായിട്ട് ഇട്ടേക്കുന്നത്. തന്തൂർ റൊട്ടി പറഞ്ഞു, ബട്ടർ ചിക്കനും പറഞ്ഞു. ഇവളുണ്ടല്ലോ ഗൈസ്, ഇവക്കൊരു പ്രത്യേക ക്യാരക്ടർ ഉണ്ട്. ഇഞ്ഞ ഇടുന്ന പിന്നെ ചെരുപ്പേ ഇടൂ, ഇഞ്ഞ കുടിക്കുന്ന ഫുഡേ കുടിക്കൂ, ഇഞ്ഞ ഇടുന്ന ലിപ്സ്റ്റിക്കേ ഇടൂ, എല്ലാം ഇഞ്ഞ കോപ്പിയാ. വലുതാകുമ്പോഴും ഇങ്ങനെ ആയിരിക്കണം കേട്ടോ. അപ്പം മനസ്സിലാവും ഇഞ്ഞ വെറും ഒരു വധമായിരുന്നു. ചെരുപ്പ് വാങ്ങാൻ കയറി. ഇവള് അളവിനുള്ളൊരു ചെരുപ്പ് കിട്ടിയേ. പക്ഷെ എന്നാലും ഇവള് ഇഞ്ഞ ഇടുന്ന ചെരുപ്പ് ഇടത്തുള്ളൂ. അത് ഇഞ്ഞ ഇടുന്ന കളർ ഏതാന്ന്. ഇഞ്ഞ അവിടെ ചായ പിടിക്കാൻ കയറിയപ്പോ എന്റെ അടുത്തല്ലേ ഇരുന്നേ. ഞാൻ ഇങ്ങയുടെ അടുത്ത് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിരുന്നേ അവിടെ. ഇഞ്ഞെന്ന് പറഞ്ഞ അങ്ങ് ജീവനാ കേട്ടോ. തന്നെ ചിരിക്കടിയോ. കരിഞ്ഞ് മൊരിഞ്ഞു പോയി കൈസ് റൊട്ടി. കറി കൊള്ളാം. കറി എനിക്ക് ഇഷ്ടപ്പെട്ടു. കറി നല്ല ടേസ്റ്റ് ഉണ്ട്. ഗൈസ് അങ്ങനെ നമ്മളിത് റൂമിൽ എത്തിയിട്ടുണ്ട്. അയ്യോ രാത്രി ആയതുകൊണ്ട് ഒന്നും കാണുന്നില്ല ബീച്ച്. എടേ കാണാടോ. ഇടി എന്തോ അടുത്താ നോക്ക്. പോളി അയ്യോ പേടിയാവുന്ന കേട്ടോ. ഇത്ര അടുത്താന്ന് വിചാരിച്ചില്ല കേട്ടോ. ആളെ പകല് കാണിച്ചു തരാം. അടിപൊളി. ഇതിനെ നോക്ക്. ഇടി പേടിയാവുന്നേ. വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട് ഈ ഗ്രൗണ്ടിലോട്ടോ. തൊട്ടടുത്ത് ഇവിടുന്ന് വണ്ടി കാണാമോ? വണ്ടി കാണാൻ കേട്ടോ. ലൈറ്റ് അടിച്ച് ഞാൻ ഇവിടുന്ന് കീ ഓണാക്കി കാണിച്ചു തരാം. കേട്ടോ വെട്ട കിടന്നുണ്ടോ? കേട്ടോ വണ്ടി ഇത്ര അടുത്താട്ടോ പാർക്ക് ചെയ്തേക്കുന്നത്. കൊള്ളായില്ലേ? ഇത്ര അടുത്ത് വേണ്ടായിരുന്നില്ലേ? ഇതിന്റെ ശബ്ദം കേൾക്കുമ്പോ ഒരുമാതിരി ടെൻഷൻ. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. അടിപൊളി റൂം, സെറ്റപ്പ് റൂം. എന്റെ പൊന്നെ എന്ത് ബാത്റൂമോ അതോ പ്ലേ ഗ്രൗണ്ടോ? കൊള്ളാം കേട്ടോ റൂം. അടിപൊളിയായിട്ടുണ്ടോ? നല്ല റൂം. അമ്പൂട്ടൻ ഇവിടെ ചാച്ചിട്ടുണ്ട്. അയ്യോ നമ്മുടെ റൂമിലെത്തി. ഒരു കാര്യം നമ്മ ഇങ്ങനെ കടപ്പുറത്ത് അറ്റത്ത് കിടക്കുന്ന ഒരു ടെൻഷൻ ആട്ടോ. നമ്മളിങ്ങനെ സീ വ്യൂ, ബീച്ച് വ്യൂ റിസോർട്ട് ഒന്നും നമ്മൾ ഉറങ്ങിയിട്ടില്ല. തിരയുടെ ശബ്ദം ഒരു പേടിപ്പെടുന്ന ശബ്ദം. അത് ഈ കല്ലിലെ രാത്രി ഈ കല്ലിലൊന്നും അടിച്ചിട്ട് ഭയങ്കര ശബ്ദം. അത് കിടക്കുമ്പോൾ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഉറങ്ങാനില്ലേ അമ്പൂട്ടാ? ഉറങ്ങാം ഗൈസ്. ഞാൻ കുറച്ച് എഡിറ്റിംഗ് പരിപാടി. അപ്പൊ റൂമും ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. നോ പ്രോബ്ലം. നമ്മൾ ഏതാണ്ട് ഒരു 230 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിരുന്നു. 230 കിലോമീറ്റർ ഒറ്റയടിക്ക് ഡ്രൈവ് ചെയ്ത് നമ്മളത്
ചെറായി ബീച്ചിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നല്ല അടിപൊളി റൂം, നല്ല സൂപ്പർ എന്ന് വെച്ചാൽ ഭയങ്കര ലക്ഷറി പ്രീമിയം അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും അല്ല. ഒരു എന്താ പറയുക, ഒരു ബീച്ച് റിസോർട്ട് ആ ഒരു വൈബ് മാത്രം എടുക്കുക. കാരണം എന്താ പറയുക, എന്താണ്ടോ നമ്മളെ കപ്പ്, മൺകുടത്തിലെ കപ്പുകൾ, അങ്ങനത്തെ ഒരു വൈബ് സെറ്റപ്പ് റൂം. അപ്പൊ അത്രേ ഉള്ളൂ. നാളെ കാണാൻ സുഹൃത്തുക്കളെ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര. അപ്പം നാളെ നമുക്ക് നല്ല കടൽ, ഇവിടെ വരുന്ന വഴിക്ക് നല്ല വ്യൂ ഉണ്ടായിരുന്നു. രാത്രിയോട് നമ്മളെല്ലാം മിസ് ചെയ്ത്. ബീച്ചുകാർ താഴെ കിടപ്പുണ്ട്. ബീച്ചിൽ ഭയങ്കര പ്രാന്ത ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നാളെ കാണാം. ടാറ്റ പറയാമ്പോ, നമ്മളന്ന് ഉറങ്ങട്ടെ ഗൈസ്. അപ്പൊ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിലുള്ള ബൈ.